രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന വർഗീയ ധ്രുവീകരണം മതസൗഹാർദ്ദത്തിന്റെ മാതൃകാ സ്ഥാനമായിരുന്ന കേരളത്തിലും ചെലവാക്കാനുള്ള പരീക്ഷണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി എന്ന് പറയാതെ വയ്യ. തദ്ദേശ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്. ചില പാർട്ടികൾ നേരിട്ട് വർഗീയതയുടെ വ്യാപാരത്തിലാണെങ്കിൽ മറ്റു ചിലർ തീവ്ര സംഘടനകളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ രഹസ്യ കച്ചവടത്തിലായിരുന്നു. രാജ്യത്തെ മറ്റു പല മുഖ്യമന്ത്രിമാരെയും പിന്തള്ളി വർഗീയ രാഷ്ട്രീയത്തിന്റെ കൊടിയേന്തുകയാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമെതിരെ വിദ്വേഷം ചൊരിയുന്നതാണ് അധികാരം നേടാനും നിലനിർത്താനുമുള്ള കുറുക്ക് വഴിയായി അദ്ദേഹം കണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബീഫ് ഒരു വിഷയമാക്കി അദ്ദേഹം വലിയ ധ്രുവീകരണത്തിന് മുതിർന്നു. സ്വന്തം വീടുകളിലല്ലാതെ പുറത്ത് ബീഫ് കഴിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഭക്ഷണം തെരഞ്ഞെടുപ്പ് വിഷയമാകുന്ന അത്ര വിവരക്കേട് ലോകത്ത് ഇന്ത്യയിലേ ഉള്ളൂ. അടിസ്ഥാന വിഷയങ്ങൾക്കും വികസനത്തിനും അപ്പുറം ഒരു വർഗീയ സമൂഹത്തിൽ മാത്രം കയ്യടി ലഭിക്കുന്ന ഇത്തരം തീരുമാനങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലെ മുഖ്യ വിഷയം. തെരഞ്ഞെടുപ്പിന് ശേഷവും രാഷ്ട്രവും മുന്നോട്ട് പോകും. അതിന്റെ ഗതി പുരോഗമനപരമാകേണ്ടതും മതവർഗീയതയിൽ നിന്ന് ജനാധിപത്യത്തെ മോചിപ്പിക്കേണ്ടതും അതീവ പ്രാധാന്യമുള്ള കാര്യമായിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇപ്പോൾ നിർവചിക്കുന്നത് മതത്തിന്റെ സ്പന്ദമാപിനികളാണെന്ന യാഥാർത്ഥ്യത്തെ ഇനി മറച്ചു വെക്കുകയല്ല, അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിയുകയും വോട്ടിന്റെ സമ്മർദ്ദം ഒഴിയുകയും ചെയ്തതിനാൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഒത്തുചേർന്ന് നവകേരളം കെട്ടിപ്പടുക്കാം.